ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇത് ചക്കക്കാലമാണല്ലോ. നമുക്കിന്ന് ചക്ക കൊണ്ടൊരു വിഭവമായാലോ? അതെ, ഇന്ന് നമ്മൾ ചക്ക കൊണ്ടൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള ചക്കപ്പൊരിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ചക്ക കുരു കളഞ്ഞ് അതിൻ്റെ ചവണിയൊക്കെ നീക്കി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദയാണ് എല്ലാവരും എടുക്കാറ്. മൈദ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. മഞ്ഞ കളർ വേണമെന്ന് ആവശ്യമുള്ളവർ മാത്രം. പഞ്ചസാര, വെള്ളം, ഇത്രയുമാണ് ഇത് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. വളരെ കുറച്ച് പൊടി മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം കുറച്ച് ചക്കയുണ്ടെങ്കിൽ കുറച്ച് പൊടി ഉപയോഗിച്ചാൽ മതി. ആദ്യം തന്നെ അതിലേക്ക് നമുക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു അല്പം ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇതിന്റെ കട്ട നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഉടച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പാകം. ഇനി നമുക്ക് ചക്ക പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ ചക്കപ്പൊരിയായിട്ട് മുക്കി പൊരിച്ചെടുക്കാം. അടുത്ത വശവും മറിച്ചിട്ടു. 2 വശവും മൊരിഞ്ഞു കഴിഞ്ഞു. നമുക്കിതിനി എണ്ണയിൽ നിന്ന് കോരാം. അങ്ങനെ നമ്മുടെ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. പക്ഷെ ഇത് കുറച്ച് അത്ര ഒത്തിരി ക്രിസ്പി അല്ല. നന്നായിട്ട് ക്രിസ്പി ആവണമെന്നുള്ളവർ ഗോതമ്പ് പൊടിയിൽ ഒരു മുട്ടയും കൂടി ചേർത്താൽ മതിയാവും. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ചക്ക ഒത്തിരി കൂടുതലായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ട്രൈ ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.